ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ മാർച്ച് 2021 മോഡൽ എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് 20-ാം തീയതി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് റിവിഷൻ പോലെ നിങ്ങളിതൊന്ന് കേട്ടു നോക്കുക. ഓക്കെ, അപ്പോൾ ആദ്യം അതിൻ്റെ നിർദ്ദേശങ്ങളാണ്. എന്താണ് നിർദ്ദിഷ്ട സമയത്തിന് പുറമെ 20 മിനിറ്റ്, അതായത് ഇത്രയും കാലം 15 മിനിറ്റ് ആയിരുന്നു കൂൾ ഓഫ് ടൈം, ഇപ്പോൾ 20 മിനിറ്റ് ഉണ്ട്. ഈ 20 മിനിറ്റ് കൂൾ ഓഫ് ടൈം ചോദ്യങ്ങൾ പരിചയപ്പെടാനും ഉത്തരങ്ങൾ ആസൂത്രണം ചെയ്യാനും ഉപയോഗിക്കുക. ഉത്തരങ്ങൾ എഴുതുന്നതിന് മുൻപ് ചോദ്യങ്ങൾ ശ്രദ്ധാപൂർവം വായിച്ചിരിക്കണം. നിർദ്ദേശങ്ങൾ മുഴുവനും ശ്രദ്ധാപൂർവം വായിക്കണം. കണക്കുകൂട്ടലുകൾ, ചിത്രങ്ങൾ, ഗ്രാഫുകൾ എന്നിവ ഉത്തരപേപ്പറിൽ തന്നെ ഉണ്ടായിരിക്കണം. ചോദ്യങ്ങൾ മലയാളത്തിലും നൽകിയിട്ടുണ്ട്. ആവശ്യമുള്ള സ്ഥലത്ത് സമവാക്യങ്ങൾ കൊടുക്കണം. പ്രോഗ്രാമുകൾ ചെയ്യാനാകാത്ത കാൽക്കുലേറ്ററുകൾ ഒഴികെയുള്ള ഒരു ഇലക്ട്രോണിക് ഉപകരണവും പരീക്ഷാ ഹാളിൽ ഉപയോഗിക്കാൻ പാടില്ല. അപ്പം ഇത് സാധാരണ എല്ലാത്തിലും കൊടുക്കുന്ന ഇത് തന്നെയാണ്. അപ്പം അത് നമ്മളത് പിന്നെ വായിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പേജിലേക്ക്, ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് നമ്മൾ നോക്കുകയാണ്. നിങ്ങൾ നോക്കിയിട്ടുള്ളതായിരിക്കും, അതൊന്നും കൂടി നമ്മൾ നോക്കുകയാണ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഒരു റിവിഷനാണ് കേട്ടോ. ഹൂ ഈസ് ദ ഫൗണ്ടിങ് ഫാദർ ഓഫ് മോഡേൺ എക്കണോമിക്സ്? ആർക്കും സംശയമൊന്നും ഉണ്ടാവില്ല, ആരാണ്? ആഡം സ്മിത്ത് ആണ്. അപ്പം നമ്മൾ കെയ്ൻസ് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? മാക്രോ എക്കണോമിക്സിൻ്റെ എമർജൻസുമായിട്ട് ബന്ധപ്പെട്ട ആളാണ് ജെ.എം. കെയ്ൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ജെ.എം. കെയ്ൻസിൻ്റെ പുസ്തകം പിന്നെ അത് 1936 നമ്മുടെ കെയ്ൻസ് ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തു. ആ പുസ്തകത്തിൻ്റെ പേരാണ് ദ ജനറൽ തിയറി എന്നാണ് അതിൻ്റെ ഷോർട്ട് ഫോം. ജനറൽ തിയറി എന്ന് കാണുമ്പോൾ നിങ്ങളത് എഴുതുക, അത് വലിയൊരു പേരാണ്. പിന്നെ ഉള്ളത് ആഡം സ്മിത്ത് ആണ് നമ്മുടെ ഫൗണ്ടിങ് ഫാദർ ഓഫ് മോഡേൺ എക്കണോമിക്സ്. അദ്ദേഹത്തിൻ്റെ പുസ്തകം 1776 ആൻ എൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻ, അതിൻ്റെ ഷോർട്ട് ഫോം വെൽത്ത് ഓഫ് നേഷൻ എന്നാണ്. അപ്പം അങ്ങനെ വൺ വേർഡ് മാച്ച് ദ ഫോളോയിങ് എന്തെങ്കിലും വരുവാണെങ്കിലും അത് എഴുതണം. ഓക്കെ, പിന്നെ ഉള്ളത് ആൽഫ്രഡ് മാർഷലും പോളെ സാമ്പിൾസണുമാണ്. ഇവരൊക്കെ ഓരോ എക്കണോമിക്സിൻ്റെ ഡെഫിനേഷൻ പറഞ്ഞ ഫേമസ് എക്കണോമിസ്റ്റുകളൊക്കെയാണ്. അപ്പം ഇത്രയൊക്കെയാണ് അവിടെ പറയാനുള്ളത്. അടുത്തത് പ്രോബ്ലം ഓഫ് ചോയ്സ് അറൈസസ് ഔട്ട് ഓഫ്. എന്താണ് നമുക്ക് ആൾക്കാർക്ക് എന്ത് തിരഞ്ഞെടുക്കണം എന്നുള്ള ആ പ്രോബ്ലം അത് എന്തിൽ നിന്നാണ് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സസ്. നമ്മൾ ഏറ്റവും ആദ്യം എക്കണോമിക്സിൽ പഠിക്കുന്ന കാര്യം തന്നെയാണ്. റിസോഴ്സസ് ആർ സ്കേഴ്സ് ആൻഡ് വാണ്ട്സ് ആർ അൺലിമിറ്റഡ്. ആ റിസോഴ്സസ് സ്കേഴ്സ് ആണ്. അത് മാത്രമല്ല ഈ റിസോഴ്സ് സ്കേഴ്സിന് ഓൾട്ടർനേറ്റീവ് യൂസസും ഉണ്ട്. അതുകൊണ്ടാണ് പ്രോബ്ലം ഓഫ് ചോയ്സ്, എന്ത് തിരഞ്ഞെടുക്കണം എന്നുള്ളൊരവസ്ഥ പിന്നെ ഇക്കോണമിയിൽ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ളതൊക്കെ അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ഇനി അടുത്തത് വാണ്ട് സാറ്റിസ്ഫൈങ് കപ്പാസിറ്റി ഓഫ് എ കമ്മോഡിറ്റി ഈസ് നോൺ ആസ് യൂട്ടിലിറ്റി. നമ്മൾ പഠിച്ച കാര്യമാണ് യൂട്ടിലിറ്റിയുടെ ഡെഫിനിഷൻ. നമ്മൾക്ക് ഒരു സാധനം ഉപയോഗിക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? യൂട്ടിലിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഡിമാൻഡ് എന്താണ്, സപ്ലൈ എന്താണ്, പ്രൊഡക്ഷൻ എന്താണ് എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക്. ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രത്യേക വിലയിൽ ഒരു സാധനം ആളുകൾ എത്ര ഡിമാൻഡ് ചെയ്യുന്നുണ്ട് എന്നതിനെയാണ് ഡിമാൻഡ് എന്ന് പറയുന്നത്. സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പ്രത്യേക വിലയിൽ ഒരു പ്രൊഡ്യൂസർ, ഉൽപ്പാദകൻ. ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ കൺസ്യൂമറിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ സപ്ലൈ എന്ന് പറഞ്ഞാൽ ആരുടെ? പ്രൊഡ്യൂസറിൻ്റെ ഭാഗത്തു നിന്നാണ്. ഒരു പ്രൊഡ്യൂസർ എത്ര സാധനം മാർക്കറ്റിൽ പിന്നെ വിതരണം ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട് എന്നുള്ളതിനെയാണ് സപ്ലൈ എന്ന് പറയുന്നത്. പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഉൽപ്പാദന പ്രക്രിയ, ഇൻപുട്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഔട്ട്പുട്ട് ഉണ്ടാക്കുന്ന പ്രക്രിയയാണ് നമ്മൾ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഡിപ്രീസിയേഷൻ നമ്മൾ മാക്രോയിൽ 2nd ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ് ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന്? ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്താൽ നമ്മൾക്ക് കിട്ടുന്നത് എന്താണ്? നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. ടോട്ടൽ റവന്യൂ പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്. ടോട്ടൽ റവന്യൂ ഡിവൈഡഡ് ബൈ ഔട്ട്പുട്ട്, നമ്പർ ഓഫ് ഔട്ട്പുട്ട് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് എന്താണ് കിട്ടുക? ആവറേജ് ആണ് കിട്ടുക. അത് ഏത് ടോട്ടലിനെയും നമ്പർ ഓഫ് യൂണിറ്റ്സോ അല്ലെങ്കിൽ ടോട്ടൽ നമ്പറിനെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്താണ് കിട്ടുക? ആവറേജ് ആണ് കിട്ടുക. അത് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇനി
അപ്പോൾ എന്താണ് മാർജിനൽ റവന്യൂ എന്ന് നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും. എന്താണ് മാർജിനൽ റവന്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മാർജിനൽ റവന്യൂ എന്ന് പറഞ്ഞാൽ ഇൻപുട്ടിൻ്റെ ഒരു യൂണിറ്റ് വർദ്ധിക്കുമ്പോൾ ഔട്ട്പുട്ടിലുണ്ടാകുന്ന അല്ലെങ്കിൽ റവന്യൂവിലുണ്ടാകുന്ന വർധനവിനെയാണ്, റവന്യൂവിൽ അഡീഷണൽ ആയിട്ട് ഉണ്ടാകുന്ന വർധനവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, മാർജിനൽ റവന്യൂ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി സപ്ലൈ റിമെയിൻസ് കോൺസ്റ്റൻറ്റ് ആൻഡ് ഡിമാൻഡ് ഡിക്ലൈൻസ് ദ ഇക്വിലിബ്രിയം പ്രൈസ്. സപ്ലൈ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയാണ്, സപ്ലൈയിൽ മാറ്റമൊന്നുമില്ല, പക്ഷേ ആൾക്കാരുടെ ഡിമാൻഡ് കുറഞ്ഞു. ഇപ്പം ഒരു നമ്മൾ പറയുക, ഇപ്പം മാംഗോൻ്റെ സപ്ലൈ കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്, പക്ഷേ ആൾക്കാർ മാംഗോയിൽ എന്തോ കീടബാധ ഉണ്ടെന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് വെച്ചിട്ട് ആൾക്കാർ അതിൻ്റെ ഡിമാൻഡ് കുറയ്ക്കുക. അപ്പോൾ എന്താണ് ഉണ്ടാവുക, അതിൻ്റെ വില. അങ്ങനെ സിറ്റുവേഷൻ വെച്ച് ആലോചിച്ച് നോക്കുക, അതിൻ്റെ ഇക്വിലിബ്രിയം പ്രൈസ് എന്തായി പോവും, കുറഞ്ഞു പോകും. ഇക്വിലിബ്രിയം പ്രൈസ് ഡിക്രീസസ്. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ സെൻട്രൽ ബാങ്കിൻ്റെ പേര് എന്താണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഇതിൽ പലരും തെറ്റിച്ച് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നൊക്കെ എഴുതാറുണ്ട്. ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം ക്വസ്റ്റ്യൻ വന്ന സമയത്ത് അങ്ങനെ കണ്ടിട്ടുള്ളതാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് നമ്മുടെ സെൻട്രൽ ബാങ്ക്. ഇനി വിച്ച് among the following mention the concept of average propensity to consume. ആവറേജ് propensity to consume എന്നുള്ളതിൻ്റെ ഉത്തരം C/Y ആണ്. S/Y എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നാലാമത്തെ S/Y എന്താണ്, ആവറേജ് propensity to save ആണ്. ഓക്കെ, ഇനി ഒന്നാമത്തെ ΔC/ΔY എന്ന് പറഞ്ഞാൽ എന്താ, മാർജിനൽ propensity to consume. ΔS/ΔY എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ മാർജിനൽ propensity to save. ഈ ഇക്വേഷൻ മുഴുവൻ ഓർത്ത് വയ്ക്കണം, അതിൽ ഏതെങ്കിലും ഒന്ന് ഉറപ്പായിട്ട് ചോദിക്കും. അപ്പോൾ ഒന്നാമത്തത് MPC ആണ്, ΔC/ΔY = MPC. രണ്ടാമത്തെ ΔS/ΔY = MPS. C/Y APC, S/Y APS. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ മലയാളം ആണ് ഇപ്പുറത്തെ സൈഡിലുള്ളത്. അപ്പോൾ അടുത്തതിലേക്ക് കടക്കാം. അടുത്ത പേജ് അടുത്ത ക്വസ്റ്റ്യൻ, ടു സെക്ടർ ഇക്കോണമി ഇൻക്ലൂഡ്സ്. നമ്മൾ ഞാൻ റിവിഷൻ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ടു സെക്ടർ ഇക്കോണമിയിൽ ആരൊക്കെയാണ് ഉണ്ടാവുക, ഹൗസ് ഹോൾഡ്സ്. ആദ്യത്തെ സെക്ടർ ഹൗസ് ഹോൾഡാണ്, രണ്ടാമത്തെ സെക്ടർ ഫേംസ് ആണ്. അപ്പോൾ ടു സെക്ടർ എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്, ഹൗസ് ഹോൾഡ്സ് ആൻഡ് ഫേംസ്, അല്ലെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന ഫേംസ് ആൻഡ് ഹൗസ് ഹോൾഡ്സ് ആണ് ഉള്ളത്. ഇനി മൂന്നാമത്തെ സെക്ടർ എന്ന് പറയുമ്പോൾ അതിൽ ആര് വരും, ഗവൺമെൻറ് വരും. 4 സെക്ടർ എന്ന് പറഞ്ഞാൽ ആരാ വരിക, എക്സ്റ്റേണൽ സെക്ടർ വരും. ഓക്കെ, അത് ഓർത്ത് വയ്ക്കുക. 4 സെക്ടർ, ഇതിൽ തന്നെ വീണ്ടും ഒരു ചോദ്യം വരുന്നുണ്ട്, ഏതൊക്കെയാണ് 4 സെക്ടർ. അപ്പോൾ ഏതൊക്കെയാണ് 4 സെക്ടർ, ഹൗസ് ഹോൾഡ്സ്, ഫേംസ്, ഗവൺമെൻറ് ആൻഡ് എക്സ്റ്റേണൽ സെക്ടർ. അതിൽ ആദ്യത്തെ 2 എണ്ണം കൂടിയാലാണ് ടു സെക്ടർ ഇക്കോണമി ആവുന്നത്. ഏത്, ഹൗസ് ഹോൾഡ്സും ഫേംസും. ഇനി മാർക്കറ്റ് സ്ട്രക്ചർ ഇൻ വിച്ച് ദർ ആർ ഓൺലി 2 സെല്ലേഴ്സ് ഈസ് കോൾഡ്. 2 സെല്ലേഴ്സ് മാത്രമുള്ള മാർക്കറ്റ് സ്ട്രക്ചറിന്, അത് നമ്മൾ റിവിഷനിൽ പറഞ്ഞിട്ടില്ല, പക്ഷെ അത് പരീക്ഷയ്ക്ക് വന്നാൽ നിങ്ങൾ എഴുതണം. എളുപ്പമുള്ളൊരു ചോദ്യമാണ്. ഡിയോ എന്ന് പറഞ്ഞാൽ എന്താ, 2. അപ്പോൾ 2 സെല്ലേഴ്സ് മാത്രമുള്ളതിനെ ഡിയോപോളി എന്ന് പറയണം. മോണോപോളി എന്ന് പറഞ്ഞാൽ എന്താ, സിംഗിൾ സെല്ലറാണ്, ഒറ്റ സെല്ലർ മാത്രമുള്ളതിനെ മോണോപോളി. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ എന്താ, സെല്ലേഴ്സിൻ്റെ എണ്ണം അനവധിയാണ്, സെവറൽ സെല്ലേഴ്സ് ആൻഡ് സെവറൽ ബയേഴ്സ്, അതാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷനിലും സെല്ലേഴ്സിൻ്റെ എണ്ണം കൂടുതലാണ്, പക്ഷേ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ അത്ര കൂടുതലുണ്ടാവില്ല മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷനിൽ. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഈ സെല്ലേഴ്സ് ഒരേ ഹോമോജീനിയസ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരേ ഉൽപ്പന്നമാണ് വിൽക്കുന്നത്. പിന്നെ മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷനിൽ സെല്ലേഴ്സ് എങ്ങനെയാണ്, ഡിഫറൻഷിയേറ്റഡ് പ്രോഡക്റ്റാണ്. അതായത് ഇപ്പോൾ സോപ്പ്, മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് സോപ്പ്. അപ്പോൾ സോപ്പ് ഓരോ ബ്രാൻഡാണ്, ലെക്സ് ഉണ്ട്, റെക്സോൺ ഉണ്ട്, പിയേഴ്സ് ഉണ്ട്, അങ്ങനെ ഡിഫറെൻറ്റ്, അതിനെയാണ് ഡിഫറൻഷിയേറ്റഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നമ്മുടെ 2 സെല്ലേഴ്സിൻ്റെ ആൻസർ എന്താണ്, ഡിയോപോളി. വാട്ട് ഡസ് എ പോയിന്റ് ഇൻസൈഡ് ദ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രണ്ടിയർ റെപ്രസെൻറ്റ്. അപ്പോൾ ഈ ചിത്രം നോക്കാം. ഇതാണ് ഒരു PPFൻ്റെ ചിത്രം. ഞാൻ റഫായിട്ട് ഇവിടെ വരച്ചിട്ടുണ്ട്. എക്സ് ആക്സിസിൽ ഗുഡ് 1ഉം വൈ ആക്സിസിൽ ഗുഡ് 2ഉമാണുള്ളത്. ഈ പിന്നെ PPFൻ്റെ അകത്തുള്ള ബിന്ദുക്കളെല്ലാം, ഏത് പോയിന്റ്സ് PPFൻ്റെ അകത്തുള്ള ഏത് ബിന്ദുക്കൾ വന്നിട്ടുണ്ടെങ്കിലും അത് സൂചിപ്പിക്കുന്നത് ആ രാജ്യത്ത് അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് പൂർണ്ണമായിട്ട്
ഉപയോഗിക്കുന്നില്ല, ദുരുപയോഗം ചെയ്യുന്നു, വേസ്റ്റായി പോകുന്നു എന്നൊക്കെയാണ് അത്. അപ്പോൾ ഇവിടെ പോയിന്റ് എ എന്നുള്ളത് അതായത് ഇൻസൈഡ് ദ PPF എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. ഇനി PPF എന്ന കേർവിലുള്ള ബിന്ദുക്കൾ, അതിവിടെ ഞാൻ BC എന്നാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അതെന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഫുള്ളർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. എല്ലാ റിസോഴ്സും വളരെ കൃത്യമായി മുഴുവനായി ഉപയോഗിക്കുന്നുണ്ട് എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. അതൊക്കെ ക്വസ്റ്റ്യൻ ആയിട്ട് വരാം കേട്ടോ. ഇതാണ് ഒരു വൺ വേർഡ് പറയുമ്പോൾ ഞാൻ വീണ്ടും അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഇതൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങളാണ്. ഇനി ഈ PPFന് പുറത്തുള്ള ബിന്ദു, ഇപ്പം D എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബിന്ദു, അതെന്താണ്? അറ്റ് പ്രസൻറ്റ് പിന്നെ ഇവിടെയുള്ള അവൈലബിൾ റിസോഴ്സസും ഗിവൺ ടെക്നോളജിയും ഉപയോഗിച്ചിട്ട് D എന്ന ബിന്ദുവിൽ എത്തിച്ചേരാൻ ആർക്ക് കഴിയില്ല? ഇക്കോണമിക്ക് കഴിയില്ല. ആ ഒരു ബിന്ദുവിലേക്ക് എത്തണമെങ്കിൽ എന്ത് നടക്കണം? ഗ്രോത്ത് ഓഫ് റിസോഴ്സസ് ഉണ്ടാവണം, അല്ലെങ്കിൽ ടെക്നോളജിക്കൽ ഇംപ്രൂവ്മെൻ്റ് ഉണ്ടാവണം. ഈ ഗ്രോത്ത് ഓഫ് റിസോഴ്സസോ ടെക്നോളജിക്കൽ ഇംപ്രൂവ്മെൻറ്റോ ഉണ്ടായാൽ മാത്രമേ, ടെക്നോളജിക്കൽ പ്രോഗ്രസ്സോ ഉണ്ടായാൽ മാത്രമേ എവിടേക്ക് എത്താൻ പറ്റുള്ളൂ? D എന്നുള്ള ഒരു ബിന്ദുവിലേക്ക് നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് അത്രയും ഉൽപ്പാദനം നടത്താൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇതാണ് ഇവിടെയുള്ള ഈ എല്ലാ ബിന്ദുക്കളെ പറ്റി ഇപ്പം ഞാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ ചോദിച്ചത് പിന്നെ അകത്തുള്ള ഇൻസൈഡ് ദ PPF ആണ്. അപ്പോൾ ഇൻസൈഡ് ദ PPF എന്താണ് ആൻസർ? അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് എന്നുള്ളത്. ഓക്കെ, ഇനി ആ കേർവിലുള്ളതാണെങ്കിൽ എന്താണ്? പിന്നെ മാക്സിമം ഫുള്ളർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, കേർവിലുള്ള BC എന്നുള്ള ബിന്ദുക്കൾ. പുറത്തുള്ള ബിന്ദുക്കളാണെങ്കിൽ ഇപ്പം അത് പിന്നെ അറ്റ് പ്രസൻറ്റ് കണ്ടീഷൻ ദ കൺട്രി കാൺഡ് അച്ചീവ് ദ പോയിന്റ് D. ദ കൺട്രി ക്യാൻ അച്ചീവ്, ദ ഇക്കോണമി ക്യാൻ അച്ചീവ് ദ പോയിന്റ് ഇഫ് ദർ ഈസ് ഗ്രോത്ത് ഓഫ് റിസോഴ്സസ് ഓർ ടെക്നോളജിക്കൽ പ്രോഗ്രസ് എന്നാണ് അതിൻ്റെ ഉത്തരം. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ഐഡൻറ്റിഫൈ ക്യാപിറ്റൽ റെസീറ്റ്സ് ഫ്രം ദ ഫോളോയിങ്. ഇത് ഗവൺമെൻറ് ബഡ്ജറ്റ് എന്നുള്ള ഇതിലുള്ളതാണ്. അപ്പോൾ അതിൽ ക്യാപിറ്റൽ റെസീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ അസറ്റ്സ്, പിന്നെ രാജ്യത്തിൻ്റെ എന്തെങ്കിലും അസറ്റ്സ് നഷ്ടപ്പെടുത്തിക്കൊണ്ട് വലിയൊരു എമൗണ്ട് പിന്നെ ഗവൺമെൻറ്റിന് കിട്ടുകയാണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ റെസീറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലേതാണ്? പേഴ്സണൽ ഇൻകം ടാക്സ് അതിൽ പെടുന്നതല്ല. പേഴ്സണൽ ഇൻകം ടാക്സ് റവന്യൂ റെസീറ്റിലാണ്, സർവീസ് ടാക്സ് റവന്യൂ റെസീറ്റാണ്, കസ്റ്റംസ് ഡ്യൂട്ടിയും റവന്യൂ റെസീറ്റാണ്. അപ്പോൾ ഇതിൽ ഏതാണ്? മൂന്നാമത്തെ സെയിൽ ഓഫ് ഷെയർസ് ഇൻ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് ആണ് ക്യാപിറ്റൽ റെസീറ്റിൽ പെടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എത്ര ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു? ഇതിപ്പം എത്രാമത്തെ ആയിരുന്നു ചോദ്യം? 12 എണ്ണാണെന്ന് തോന്നുന്നു പിന്നെ കഴിഞ്ഞത്. 12 ക്വസ്റ്റ്യൻ ആയിരുന്നു ഉണ്ടായിരുന്നത് അതിൽ. അപ്പോൾ 12 വൺ വേർഡും നിങ്ങൾക്ക് കിട്ടണം. അതുമായി ബന്ധപ്പെട്ട് എന്ത് വന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് കിട്ടണം. ക്വസ്റ്റ്യൻസ് 2 to 13 ക്യാരീസ് 2 മാർക്സ് ഈച്ച്. 2 മാർക്ക് വീതം വരുന്ന ചോദ്യങ്ങളാണ് അടുത്തത്. കംപ്ലീറ്റ് ദ ടേബിൾ ഗിവൺ ബിലോ. ഇതൊക്കെ വളരെ സിമ്പിളായിട്ടാണ് കേട്ടോ നമുക്ക് ചോദിച്ചിരിക്കുന്നത്. ഇത് തന്നെ പഠിച്ചു പോവാം, എന്നാൽ തന്നെ നമുക്ക് ജയിക്കാനുള്ള മാർക്ക് കിട്ടും. അപ്പോൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. നിങ്ങളോട് അതിൻ്റെ റെമ്യൂണറേഷൻ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞത്. ലാൻഡിന് റെൻ്റാണ്, ലേബറിന് വേജസ് ആണ്, ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് ആണ്, ഓർഗനൈസേഷന് പ്രോഫിറ്റ് ആണ്. അതിൽ സംശയമൊന്നുമില്ല എന്ന് കരുതുന്നു. അടുത്തത് റൈറ്റ് എനി 2 ഫീച്ചേഴ്സ് ഓഫ് സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ പഠിക്കുന്നതാണ്. മൈക്രോയിൽ സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എല്ലാം ആരുടെ ഓണർഷിപ്പിലായിരിക്കും? ഗവൺമെൻറ്റിൻ്റെ ഓണർഷിപ്പിലായിരിക്കും. ഗവൺമെൻറ്റിനൊരു സെൻട്രൽ പ്ലാനിങ് അതോറിറ്റി ഉണ്ടാവും. ഈ സെൻട്രൽ പ്ലാനിങ് അതോറിറ്റിയാണ് എല്ലാ പ്രശ്നങ്ങൾക്കും സമ്പദ് വ്യവസ്ഥയെ സംബന്ധിക്കുന്ന വാട്ട് ടു പ്രൊഡ്യൂസ്, പിന്നെ ഹൗ ടു പ്രൊഡ്യൂസ് ആൻഡ് ഫോർ ഹും ടു പ്രൊഡ്യൂസ് എല്ലാ ഡിസിഷൻസും എടുക്കുന്നത് ആരായിരിക്കും? നമ്മുടെ ഈ സെൻട്രൽ പ്ലാനിങ് അതോറിറ്റി ഓർ ഗവൺമെൻറ് ആയിരിക്കും. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഓൺഡ് ബൈ ദ ഗവൺമെൻറ്. ഓൾ ഡിസിഷൻസ് ആർ ടേക്കൺ ബൈ ദ സെൻട്രൽ പ്ലാനിങ് അതോറിറ്റി. ഇനി അടുത്തത് റെക്കഗ്നൈസ് ദ ടൈപ്പ് ഓഫ് യൂട്ടിലിറ്റി അനാലിസിസ് ഫ്രം ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഫസ്റ്റ്, ദ ലെവൽ ഓഫ് യൂട്ടിലിറ്റി ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ നമ്പർ. അത് മൈക്രോയിലുള്ള സെക്കൻഡ് ചാപ്റ്ററിലാണ് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ് നമ്മൾ പഠിത്തത്തിൽ തന്നെ. അപ്പോൾ എന്താണ്? നമുക്ക് യൂട്ടിലിറ്റി മെഷർ ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന ആ സിദ്ധാന്തത്തിന് നമ്മൾ പറയുന്നത് കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് അല്ലെങ്കിൽ കാർഡിനൽ യൂട്ടിലിറ്റി. കാർഡിനൽ എന്ന് പറഞ്ഞാൽ മെഷറബിൾ എന്നാണ്. യൂട്ടിലിറ്റി ഒരു സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ, അതാണ് യൂട്ടിലിറ്റി. അത് മെഷർ ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത് കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസും. അത് മെഷർ ചെയ്യാൻ പറ്റില്ല, പക്ഷെ അത് എന്ത് ചെയ്യാൻ പറ്റും? റാങ്ക് ചെയ്യാൻ പറ്റും, താരതമ്യം ചെയ്യാൻ പറ്റും എന്ന് പറയുന്നതിന് ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് എന്നാണ് പറയുന്നത്. ആദ്യത്തെ കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ്, രണ്ടാമത്തത് ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ്. ഓക്കെ,
ഇനി അടുത്തത് ആ പേജ് കഴിഞ്ഞു എന്ന് തോന്നുന്നു. ഓക്കെ, അത് കഴിഞ്ഞു. അടുത്ത പേജിലേക്ക് കിടക്കുകയാണ് നമ്മൾ. അടുത്ത ക്ലാസിഫൈ ദ ഫോളോയിങ് ഇൻ ടു കൺസംഷൻ ഗുഡ്സ് ആൻഡ് ക്യാപിറ്റൽ ഗുഡ്സ്. മാക്രോ സെക്കൻഡ് ചാപ്റ്റർ ആണിത്. അപ്പോൾ കൺസംഷൻ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ വാങ്ങി നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഗുഡ്സിനെയാണ് കൺസംഷൻ ഗുഡ്സ്. ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലാണ് എന്താണ്? നമ്മൾ ആ സാധനം വാങ്ങുന്നു, നമ്മൾ മറ്റുള്ള വസ്തുക്കളുടെ ഉൽപാദനത്തിന് വേണ്ടിയിട്ട് ആ ഉപകരണങ്ങൾ, സാധനങ്ങൾ ഉപയോഗിക്കുന്നു. അതിനെയാണ് ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഫുഡ് എന്ന് പറഞ്ഞാൽ കൺസംഷൻ ഗുഡ്സ് ആണ്, നമ്മൾ വാങ്ങി ഉപയോഗിക്കുകയാണ്. പിന്നെ ഇംപ്ലിമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ക്യാപിറ്റൽ ഗുഡ്സ് ആണ്. അതായത് ആ ഇംപ്ലിമെൻ്റ് ഉപയോഗിച്ച് നമ്മൾ മറ്റു വസ്തുക്കളുടെ ഉൽപാദനത്തിന് വേണ്ടി, പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഇംപ്ലിമെൻറ്റ്സ്, ഉപകരണങ്ങളൊക്കെ ഉപയോഗിക്കുന്നു. മെഷീൻസ്, അതും ക്യാപിറ്റൽ ഗുഡ്സിൽ പെട്ടതാണ്. അത് വാങ്ങിയിട്ട് നമ്മൾ മറ്റു വസ്തുക്കളുടെ ഉൽപാദനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. ക്ലോത്തിങ് എന്ന് പറഞ്ഞാൽ എന്താ? കൺസംഷൻ ഗുഡാണ്. ഓക്കെ, ഇനി വാട്ട് ഡു യു മീൻ ബൈ ലോങ് റൺ ഇൻ ദ പ്രൊഡക്ഷൻ ഫങ്ഷൻ? എന്താണ് ഷോർട്ട് റണ്ണും ലോങ് റണ്ണും എന്താണെന്ന് നമ്മൾ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് മൈക്രോ 3-ാമത്തെ ചാപ്റ്ററിൽ എന്താണ് ഷോർട്ട് റൺ എന്ന് പറഞ്ഞാൽ, ഷോർട്ട് റണ്ണിൽ നമ്മളുടെ എല്ലാ ഇൻപുട്സും വർദ്ധിപ്പിച്ച് ഉൽപാദനം വർദ്ധിപ്പിക്കാൻ പറ്റില്ല. ചില ഇൻപുട്സൊക്കെ ഷോർട്ട് റണ്ണിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് നിർത്താനേ പറ്റുള്ളൂ, പെട്ടെന്നെല്ലാം വർദ്ധിപ്പിക്കാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അത്തരം കാലയളവിനെയാണ്, ആ ടൈം പീരീഡിനെയാണ് ഷോർട്ട് റൺ എന്ന് പറയുന്നത്. ലോങ് റൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ലോങ് റണ്ണിൽ എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും എന്ത് ചെയ്യാൻ പറ്റും? വർദ്ധിപ്പിക്കാൻ പറ്റും. അങ്ങനെ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ പറ്റും. അപ്പം ലോങ് റൺ എന്താ? ഇറ്റ് ഈസ് ദ പീരീഡ് വെൻ ഓൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ക്യാൻ ബി ചേഞ്ച്ഡ്. ഇത്ര എഴുതിയാൽ തന്നെ മാർക്ക് കിട്ടും. വെൻ ദ പീരീഡ്, ഇറ്റ് ഈസ് ദ പീരീഡ് ഇൻ വിച്ച് ഓൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ക്യാൻ ബി ചേഞ്ച്ഡ്. എല്ലാ ഫാക്ടേഴ്സും, ഇപ്പം പ്ലാന്റിൻ്റെ വലിപ്പം കൂട്ടാം, മെഷീനറി പുതിയത് വാങ്ങാം, എല്ലാ ഫാക്ടേഴ്സും വർദ്ധിപ്പിക്കാൻ പറ്റുന്ന കാലയളവിനെയാണ് ലോങ് റൺ എന്ന് പറയുന്നത്. റൈറ്റ് എനി, അടുത്ത 7th ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് എനി 2 റീസൺസ് ഫോർ റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ഓഫ് ദ ഡിമാൻഡ് കർവ്. ഞാനിവിടെ ഒരു ചിത്രം വരച്ചിട്ടുണ്ട്. ഡിമാൻഡ് കർവ് ആണ് കാണിച്ചിരിക്കുന്നത്. എക്സ് ആക്സിസിൽ ക്വാണ്ടിറ്റി ഡിമാൻഡും വൈ ആക്സിസിൽ പ്രൈസുമാണ്. അപ്പോൾ ഡിമാൻഡ് കർവ് എങ്ങനെയാണ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക? അതായത് വിലയിൽ യാതൊരു വ്യത്യാസവും ഇല്ല, പക്ഷെ ആൾക്കാർ ഡിമാൻഡ് വർദ്ധിപ്പിക്കുന്നു. അപ്പോഴാണ് ഡിമാൻഡ് കർവ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. അത് എന്ത് കാരണം കൊണ്ടാകാം? പല കാരണങ്ങൾ കൊണ്ടാകാം. ഒന്ന്, ജനങ്ങളുടെ പൊതുവെ വരുമാനം വർദ്ധിക്കുന്നത് കൊണ്ടാവാം. അപ്പോൾ ഒന്നാമത്തെ റീസൺ ഇൻക്രീസ് ഇൻ ഇൻകം. വിലയിൽ വ്യത്യാസം, വില കുറഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല. ആൾക്കാർ സാധാരണയായിട്ട് സാധനം കൂടുതൽ വാങ്ങിയപ്പോഴാണ് വില കുറയുമ്പോഴാണ്. ഇവിടെ വിലയിൽ വ്യത്യാസമൊന്നുമില്ല, പക്ഷേ ആൾക്കാർ കൂടുതൽ വാങ്ങുന്നു. അപ്പോൾ ഒന്നാമത്തത് ഇൻക്രീസ് ഇൻ ഇൻകം. അടുത്തത് ഇൻക്രീസ് ഇൻ ദ പ്രൈസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്. ഇതിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്, ഇപ്പോൾ ടീ, കോഫി എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സാണ്. അതിൽ കോഫിയുടെ വില കൂടിയിട്ടുണ്ടെങ്കിൽ ആൾക്കാർ കോഫി വാങ്ങുന്നത് കുറയ്ക്കും, പകരം എന്ത് വാങ്ങാൻ തുടങ്ങും? ടീ വാങ്ങാൻ തുടങ്ങും. അപ്പോൾ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡിൻ്റെ വില കൂടിയിട്ടുണ്ടെങ്കിൽ മറ്റേ ഗുഡിൻ്റെ ക്വാണ്ടിറ്റി ഡിമാൻഡ് വർദ്ധിക്കും. ഓക്കെ, അപ്പോഴും എന്ത് ചെയ്യും? ഡിമാൻഡ് കർവ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഇനി ഡിക്രീസ് ഇൻ ദ പ്രൈസ് ഓഫ് ദ കോംപ്ലിമെൻ്ററി ഗുഡ്. കോംപ്ലിമെൻ്ററി ഗുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നിച്ചുപയോഗിക്കുന്ന വസ്തുക്കളാണ്. ഇപ്പോൾ കാർ ആൻഡ് പെട്രോൾ. അപ്പോൾ പെട്രോളിൻ്റെ വില കുറഞ്ഞിട്ടുണ്ടെങ്കിൽ കാറിൻ്റെ എന്ത് കൂടും? കാറിൻ്റെ ക്വാണ്ടിറ്റി ഡിമാൻഡ് വർദ്ധിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ടെല്ലാം ഇനി ആൾക്കാർ വേറെയുണ്ട്. ആൾക്കാരുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഇതിന് അനുകൂലമായിട്ട് മാറുക, നമ്മുടെ ഈ ഗുഡിന് ഫേവറബിളായിട്ട് മാറുക. ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഫേവറബിളായിട്ട് മാറുക. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങോട്ടേക്ക് ഡിമാൻഡ് കർവ് എങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും? റൈറ്റ് വേർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അതായത് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ലിസ്റ്റ് ഔട്ട് ദ 4 മേജർ സെക്ടേഴ്സ് ഓഫ് ദ ഇക്കോണമി. ഞാൻ നേരത്തെ പറഞ്ഞു, ഹൗസ് ഹോൾഡ്സ്, ഫേംസ്, ഗവൺമെൻറ്, എക്സ്റ്റേണൽ സെക്ടർ. ഓക്കെ, ഇനി വാട്ട് ഈസ് ഫൈനൽ ഗുഡ്സ്? ഗിവ് ആൻ എക്സാമ്പിൾ. ഗുഡ്സ് യൂസ്ഡ് ഫോർ ഫൈനൽ കൺസംഷൻ ആൻഡ് നോട്ട് അഗെയിൻ സബ്ജക്റ്റഡ് ടു ദ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് അതർ ഗുഡ്സ് ആർ കോൾഡ് ഫൈനൽ ഗുഡ്സ്. നമ്മൾ ഫൈനൽ കൺസംഷന് വേണ്ടി ഉണ്ടാക്കുന്ന ഗുഡ്സിനെയാണ് ഫൈനൽ ഗുഡ്സ് എന്ന് പറയുന്നത്. അതിനെ പിന്നീട് മറ്റ് വസ്തുക്കളുടെ ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ട്
ഉപയോഗിക്കുന്നില്ല. അത്തരം ഗുഡ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫൈനൽ ഗുഡ്സ് എന്ന് പറയുന്നത്. ഇനി ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ MPC ആൻഡ് MPS, മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം ആൻഡ് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ്. മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം എന്ന് പറഞ്ഞാൽ ഒരു സമ്പദ് വ്യവസ്ഥയിൽ പിന്നെ കുറച്ച് വരുമാനം വർദ്ധിക്കുകയാണെങ്കിൽ ആ വർദ്ധിച്ച വരുമാനത്തിൻ്റെ എത്ര ഭാഗമാണ് ഉപഭോഗത്തിനായി കൺസംഷന് വേണ്ടി ജനങ്ങൾ ഉപയോഗിക്കുന്നത്, അതിനെയാണ് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം എന്ന് പറയുന്ന. അതിൻ്റെ ഇക്വേഷൻ ΔC/ΔY ആണ്. എന്താണ് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ് എന്ന് പറഞ്ഞാൽ? ഒരു സമ്പദ് വ്യവസ്ഥയിൽ പിന്നെ വരുമാനം വർദ്ധിക്കുമ്പോൾ ആ വരുമാനത്തിൻ്റെ എത്ര ഭാഗമാണ് ജനങ്ങൾ സേവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അതിനെയാണ് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ് എന്ന് പറയുന്നത്. അത് ΔS/ΔY ആണ്. ഈ MPCയും MPSും കൂടി കൂട്ടിയാൽ എത്ര കിട്ടും? 1 കിട്ടും. അപ്പം വെറും MPC മാത്രം തന്നിട്ട് MPS കാണാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 1 - MPC ചെയ്താൽ മതി. ഇനി MPS തന്നിട്ട് MPC കാണാൻ പറഞ്ഞാലോ 1 - MPS ചെയ്താൽ മതി. ഓക്കെ. ഇനി അടുത്തത്, റൈറ്റ് എനി 2 ഫാക്ടേഴ്സ് വിച്ച് ഡിറ്റർമിൻ ദ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഒരു പിന്നെ ഏതെങ്കിലും 2 എണ്ണാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിനെ പിന്നെ ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു സാധനത്തിൻ്റെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി തീരുമാനിക്കുന്ന 2 കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്ന് നേച്ചർ ഓഫ് ഗുഡ്, ആ ഗുഡ് എത്തരത്തിലുള്ളതാണെന്ന്. നെസസിറ്റി ഐറ്റംസ് ആണെങ്കിൽ, ഇപ്പം അരി അങ്ങനെയുള്ള ആൾക്കാർക്ക് അത്യാവശ്യമായിട്ടുള്ള വസ്തുക്കളാണെങ്കിൽ അതിൻ്റെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എപ്പോഴും <1 ആയിരിക്കും. അതേസമയം ലക്ഷറി ഐറ്റംസ് ആണെങ്കിൽ, അങ്ങനെ അവശ്യ വസ്തുക്കളല്ല ആഡംബര വസ്തുക്കളാണെങ്കിൽ അവിടെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്തായിരിക്കും? <1 ആയിരിക്കും. ഇനി ഷെയർ ഇൻ ദ ടോട്ടൽ എക്സ്പെൻഡിച്ചർ, ആകെ ഒരാളുടെ ചെലവിൽ, ആകെ ജനങ്ങളുടെ ചെലവിൽ ഈ വസ്തുവിനുള്ള ഷെയർ അത് കൂടുതലാണെങ്കിൽ, ഈ വസ്തുവിനുള്ള ഷെയർ കൂടുതലാണെങ്കിൽ, ഇഫ് ദ ഷെയർ ഈസ് ഹൈ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് <1. പിന്നെ ഇഫ് ദ ഷെയർ ഇൻ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ലോ ആണെങ്കിൽ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്തായിരിക്കും? <1 ആയിരിക്കും. ഇപ്പം തീപ്പെട്ടി വാങ്ങാൻ വളരെ ചെറിയൊരു പൈസയാണ്. അപ്പോൾ തീപ്പെട്ടിയുടെ വിലയൊന്നും നമ്മൾ സാധാരണ വേണമെന്ന് പറഞ്ഞ് കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരുള്ളൂ. കാരണം ആകെയുള്ള എക്സ്പെൻഡിച്ചറിൽ തീപ്പെട്ടിയുടെ വില, കടുകിൻ്റെ വില, ജീരകത്തിൻ്റെ വില ഇതൊക്കെ വളരെ കുറവാണ്. അപ്പം അങ്ങനെയുള്ള സാധനങ്ങളുടെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്തായിരിക്കും? പിന്നെ <1 അല്ലെങ്കിൽ ലോ ആയിരിക്കും. ഇനി വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡീവാലുവേഷൻ ആൻഡ് റീവാലുവേഷൻ? എന്താണ് ഡീവാലുവേഷനും റീവാലുവേഷനും തമ്മിലുള്ള വ്യത്യാസം? ഇത് നമ്മുടെ മാക്രോയിലുള്ള ലാസ്റ്റ് ചാപ്റ്ററിലുള്ളതാണ്. ഗവൺമെൻറ്, ഒരു ഇക്കോണമിയിലെ ഗവൺമെൻറ് അല്ലെങ്കിൽ സെൻട്രൽ മോണിറ്ററി അതോറിറ്റി അവരുടെ കറൻസിയുടെ വാല്യൂ ലോവർ ചെയ്യുന്നതിനെയാണ്, കറൻസിയുടെ വാല്യൂ കുറയ്ക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡീവാലുവേഷൻ എന്ന് പറയുന്നത്. ഗവൺമെൻറ് ഓർ സെൻട്രൽ മോണിറ്ററി അതോറിറ്റി ലോവറിംഗ് ദ വാല്യൂ ഓഫ് ഡൊമസ്റ്റിക് കറൻസി ഈസ് കോൾഡ് റീവാലുവേഷൻ. ഇനി ഗവൺമെൻറ് അല്ലെങ്കിൽ സെൻട്രൽ മോണിറ്ററി അതോറിറ്റി അവരുടെ രാജ്യത്തിൻ്റെ കറൻസിയുടെ മൂല്യം വർദ്ധിപ്പിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റീവാലുവേഷൻ എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ നേരെ മറ്റൊരു ഇതാണ് ഡിപ്രീസിയേഷനും അപ്രീസിയേഷനും. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ്റർനാഷണൽ മണി മാർക്കറ്റിൽ ഗവൺമെൻറ്റിൻ്റെ ഇടപെടലില്ല. അവിടെ ഇൻ്റർനാഷണൽ മണി മാർക്കറ്റിൽ വെച്ചിട്ട് നമ്മുടെ കറൻസിയുടെ മൂല്യം കുറയുന്നതിനെ ഡിപ്രീസിയേഷൻ എന്നും, ഇൻ്റർനാഷണൽ മണി മാർക്കറ്റിൽ വെച്ചിട്ട് നമ്മുടെ മണി എക്സ്ചേഞ്ച് വഴി നമ്മുടെ കറൻസിയുടെ മൂല്യം കൂടുന്നതിനെ അപ്രീസിയേഷൻ എന്നും പറയുന്നു. അപ്പോൾ ഇവിടെ 4 ടേം നിങ്ങൾ പഠിച്ചു. ഡിവാല്യൂഷനും റീവാല്യൂഷനും ഇവിടെ ചോദിച്ചത്, ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ഡിപ്രീസിയേഷനും അപ്രീസിയേഷനും. ഡിവാല്യൂഷനും റീവാല്യൂഷനും എന്നുള്ളതിൽ അതത് രാജ്യത്തിൻ്റെ ഗവൺമെൻറ് അല്ലെങ്കിൽ സെൻട്രൽ മോണിറ്ററി അതോറിറ്റി ആണ് കറൻസിയുടെ മൂല്യം കുറയ്ക്കുന്നതും കൂട്ടുന്നതും. മറ്റേതിൽ ഗവൺമെൻറ് ഇടപെടലുകളില്ല. ഇൻ്റർനാഷണൽ മണി മാർക്കറ്റിലുള്ള നമ്മുടെ കറൻസിയിലുള്ള എക്സ്ചേഞ്ച് മൂലം നമ്മുടെ കറൻസിയുടെ മൂല്യം കുറയുന്നതിന് ഡിപ്രീസിയേഷൻ എന്നും കൂടുന്നതിന് അപ്രീസിയേഷൻ എന്നും പറയുന്നു.
അടുത്തത് ഡിഫൈൻ ബ്രേക്ക് ഈവൻ പോയിന്റ് ആണ്. പ്രൊഡക്ഷനിൽ പെടുന്നതാണ് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ ദ പോയിന്റ് അറ്റ് വിച്ച് ടോട്ടൽ കോസ്റ്റ് ഇസ് ഈക്വൽ ടു ടോട്ടൽ റവന്യൂ. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബ്രേക്ക് ഈവൻ പോയിന്റ്. അതായത് നോ പ്രോഫിറ്റ് നോ ലോസ് പോയിന്റ് ആണ് ബ്രേക്ക് ഈവൻ പോയിന്റ്. അപ്പോൾ ഇത് ഏകദേശം 25 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് മറ്റൊരു വീഡിയോ ആയിട്ട് ഞാനിപ്പോൾ തന്നെ ഇടും. അപ്പോൾ നിങ്ങൾ ഇത്രയും നല്ല മാർക്കുള്ള ഭാഗങ്ങൾ വന്നിട്ടുണ്ട്, ഇത് തന്നെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കും. ദയവ് ചെയ്തിട്ട് ഈ ഭാഗങ്ങൾ തന്നെ നന്നായിട്ട് പഠിക്കുക. ഓക്കെ.